ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു ബർത്ത്ഡേ വ്ളോഗ് പ്ലസ് ഓണം സെലിബ്രേഷനും കൂടിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇദൂസിൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 15 ഓണത്തിൻ്റെ തിരുവോണ ദിവസത്തിലാണ് അവളുടെ ബർത്ത്ഡേ വരുന്നത്. അപ്പം രണ്ട് ഫംഗ്ഷനാണ്, ഓണം സെലിബ്രേറ്റ് ചെയ്യണം, പിന്നെ അവളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ നമ്മൾ വൈകിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങളെല്ലാവരും റെഡിയായി കഴിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ അൽനാദ വഞ്ചിപ്പുരയിലാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാനുള്ള ത്രില്ലിൽ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഓണം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുമാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇത് ഓണത്തിൻ്റെ ബോക്സാണ്. ഡൈനിങ് ചെയ്യുന്നവർക്ക് ഡൈനിങ് ചെയ്യാം, ടേക്ക് അവേ ആ ബോക്സാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ അകത്ത് തന്നെ, റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ഒരു ഏർമാടമൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേർക്ക് ഒരു ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. പക്ഷേ ഫുഡ് തീരെ കൊള്ളൂലായിരുന്നു. മഹാബോറ് സദ്യയായിരുന്നു. ഇത്രയും സദ്യ ഒരു രുചിയില്ലാതെ കഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. കറികളൊക്കെ വളരെ മോശമായിരുന്നു. അങ്ങനെ സദ്യ കഴിച്ചതിൻ്റെ ഡിസപ്പോയിൻമെൻറ്റിൽ വീട്ടിലെത്തി ഒന്ന് റെസ്റ്റ് എടുത്ത് ഇനി അടുത്തത് ബർത്ത്ഡേ സെലിബ്രേഷന് പോകണം. അപ്പോൾ ഒരു 7 o'clock ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങുന്ന ടൈമിന് അമ്മച്ചിയും ഇദൂസും കൂടി ബോൾ കളിച്ചു, ബലൂൺ കളിക്കുകയാണ്. അങ്ങനെ ഇദൂസ് ഭയങ്കര ഹാപ്പിയാണ്. കേക്ക് ഞാൻ നേരത്തെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് കേക്ക് ഒക്കെ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. സ്പോർട്സ് റെസ്റ്റോറൻ്റാണ്. ഇവിടെ ഗ്രിൽസാണ് മെയിനായിട്ട്. അങ്ങനെ ഞങ്ങൾ സീറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഭയങ്കര തിരക്കാണ്, സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ സീറ്റ് കിട്ടി ഇരുന്നു, ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ആദ്യം തന്നെ പായസം കൊണ്ടുവന്നു. ഓണം ആയതുകൊണ്ട് അവർ പായസം എല്ലാവർക്കും കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ തന്നെ മട്ടൺ സൂപ്പ് കൊണ്ടുവച്ചു. അതൊക്കെ എല്ലാവരും കുടിച്ചു കഴിഞ്ഞു. പിന്നെ ഫുഡിനായിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. റെസ്റ്റോറൻറ്റ് അകത്ത് വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഭയങ്കര വീക്കെൻഡും ഓണവും എല്ലാം കൂടി ആയപ്പോഴും ഭയങ്കര ആളായിരുന്നു. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ഫുഡ് കഴിച്ചിട്ട് വെളിയിൽ കൊണ്ടുപോയിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഗ്രിൽസ് എത്തിയിട്ടുണ്ട്. 2 ഗ്രിൽസാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സ്പൈസിയും അല്ലാത്തത് നോൺ സ്പൈസിയും ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഗ്രിൽസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ഫുഡുമാണ് കേട്ടോ. കെബാബും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കൾ നല്ല വിശന്നും പിന്നെ നല്ല ഉറക്കവും വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാം ഫുഡെല്ലാം കഴിച്ചു. പിന്നെ അടുത്ത ത്രില്ലിൽ കേക്ക് കട്ട് ചെയ്യാനായിട്ട് മക്കളിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ബോക്സ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് തുറന്നു കേട്ടോ. എൽസ തീം കേക്കായിരുന്നു. ഇദൂസിൻ്റെ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടർ എന്ന് പറയുന്നത് എൽസ ആണ്. അങ്ങനെ ഞാൻ അത് തന്നെ ചെയ്യിപ്പിച്ചു. ഞാൻ നെസ്റ്റോയിലാണ് പറഞ്ഞത്, പക്ഷേ അങ്ങനെ ആ ഒരു തീം ഞാൻ കൊടുത്ത മോഡലൊന്നും അല്ല ചെയ്തു തന്നത്. പക്ഷേ കേക്ക് ഒരുവിധം തെറ്റില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യാണ്. ഒരാളെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചാൽ പരാതിയാവും. അതുകൊണ്ട് 2 പേരെയും കൈ പിടിച്ചാണ് കട്ട് ചെയ്യിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്ത് കേട്ടോ. പിന്നെ മക്കൾക്ക് ഇദൂസിനും ഐനൂനും കൂടി ഉമ്മച്ചിയും പിന്നെ മുന്നായും അസറും എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തു. അതാണ് ഏറ്റവും വലിയ ഹാപ്പി എന്ന് പറയുന്നത്. അവർക്ക് ഗിഫ്റ്റ് പേപ്പർ കാണുമ്പോഴാണ് ഭയങ്കരമായിട്ട് ഹാപ്പി വരുന്നത്. അത് ചെറുതായാലും വലുതായാലും ഗിഫ്റ്റ് കിട്ടണം, ആ ഒരു ഇതേ ഉള്ളൂ. ഡയറി എന്നും എഴുതാനായിട്ട് ഡയറി കൊടുത്തിട്ടുണ്ട്, എന്നും എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ വേറൊരു ബ്ലോക്സും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വുഡൻ ബ്ലോക്സ്. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ ഇത് ചോക്ലേറ്റും കൂടിയായിരുന്നു കേട്ടോ. അങ്ങനെ 3 ഗിഫ്റ്റായിരുന്നു അവൾ കൊടുത്തത്. പിന്നെ ഉമ്മച്ചിയും ചോക്ലേറ്റ് ആയിരുന്നു കൊടുത്തത്.
അപ്പം ഈ ചെറിയൊരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. കീപ് വാച്ചിങ്, ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. ബൈ.